ഈ റിപ്പോർട്ട് അടുത്ത വാർത്താ ബുള്ളറ്റിൽ പൂർത്തീകരിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. വൈസ് ചാൻസലറുമായുള്ള പോര് തുടരുന്നതിടെ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ അവധിയിലേക്ക്. അനിശ്ചിതകാലത്തേക്കാണ് അവധി. വിവരങ്ങളുമായി D ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, വിവാദങ്ങൾക്കിടെ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഇപ്പോൾ അവധിയിലേക്ക് പോവുകയാണ്. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് രാവിലെയാണ് KS അനിൽകുമാർ കേരള സർവകലാശാല രജിസ്ട്രാർ അനിശ്ചിതകാല അവധിക്കായി ഒരു അപേക്ഷ നൽകിയത്. എന്നാൽ ആ അപേക്ഷ വൈസ് ചാൻസലർ സ്വീകരിച്ചെങ്കിലും അദ്ദേഹം ചോദിച്ചത് നിലവിൽ ഇപ്പോൾ രജിസ്ട്രാർ സസ്പെൻഷനിലാണ്, സസ്പെൻഷനിലുള്ള ഒരാൾ എന്തിനാണ് അവധിക്ക് അപേക്ഷ നൽകുന്നതായിരുന്നു ചോദിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രജിസ്ട്രാർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഏതെങ്കിലും കാരണവശാൽ സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ നടപടിക്രമങ്ങൾ ഗവർണർ റദ്ദ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും സസ്പെൻഡ് ചെയ്യും. ആ സസ്പെൻഷൻ കൂടി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒരു അവധിയിലേക്ക് പോകുന്നത്. അതും ജൂലൈ 9 മുതൽ അനിശ്ചിതകാലത്തേക്ക് എത്ര ദിവസത്തേക്കുള്ള അവധി എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇതിനിടയിൽ ഗവർണർക്ക് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച് വരികയാണ്. ആ റിപ്പോർട്ടിന്മേലുള്ള നടപടി നാളെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രജിസ്ട്രാർ KS അനിൽകുമാർ അവധിയിലേക്ക് പോയിരിക്കുന്നത്. ഈ അവധി തന്നെ വീണ്ടും മറ്റൊരു തരത്തിലേക്ക് ചർച്ചയായി മാറുകയാണ്. കാരണം ഈ അവധി അംഗീകരിക്കാനെങ്കിൽ അവധി അപേക്ഷ അംഗീകരിക്കുവാൻ വൈസ് ചാൻസലർ തയ്യാറായിട്ടില്ല. സാധാരണഗതിയിൽ ഒരു സസ്പെൻഷനിലുള്ള ആൾ എന്തിനാണ് ഇത്തരത്തിൽ ഒരു അവധിയിലേക്ക് പോകുന്നതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇന്ന് മോഹൻ കുന്നുമ്മേൽ കേരളത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും അദ്ദേഹം കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തിയില്ല. പകരം ചുമതലയുണ്ടായിരുന്ന സിസ തോമസും വന്നിരുന്നില്ല. സിസ തോമസ് വീണ്ടും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും കടുത്ത നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ നിയമവിദഗ്ധരുമായൊക്കെ തന്നെ രാജ്ഭവൻ ബന്ധപ്പെട്ടിരുന്നു ഏതു തരത്തിലെ നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ. അതേസമയം സിൻഡിക്കേറ്റ് പിരിച്ചുവിടാനോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിനെതിരെ ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് സിൻഡിക്കേറ്റ് എന്ന് പറയുമ്പോഴേക്കും അതൊരു രാഷ്ട്രീയപരമായി നിലവിൽ വരുന്ന ഒരു ബോഡിയാണ്, അല്ലെങ്കിൽ ഒരു ഘടനയാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ എന്തെങ്കിലും നടപടി വന്നാൽ അത് വലിയ തരത്തിലെ ഗവർണർ പോരാട്ടമായി മാറുകയും പിന്നീട് അത് വലിയ തരത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിന് ശേഷം എടുത്ത നടപടിക്രമങ്ങൾ റദ്ദ് ചെയ്യാനായിരിക്കും ചാൻസലർ കൂടിയായ ഗവർണർ തീരുമാനിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി വൈസ് ചാൻസലറായ ഡോക്ടർ സിസ തോമസ് പുറത്തു പോയതിന് ശേഷം പിന്നീട് യോഗം ചേർന്ന് എടുത്ത തീരുമാനമായിരുന്നു രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കാൻ. ആ സസ്പെൻഷൻ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ റദ്ദ് ചെയ്യുന്നതായിരിക്കും നടപടിക്രമങ്ങൾ. അതേസമയം ഇപ്പോൾ ആർക്കാണ് രജിസ്ട്രാറിൻ്റെ ചുമതല എന്ന കാര്യത്തിൽ ഉള്ള അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ 2 രജിസ്ട്രാർമാരും സർവകലാശാല ആസ്ഥാനത്തുണ്ടായിരുന്നു. KS അനിൽകുമാറും ഒപ്പം മിനി ലിജോ കാപ്പനും. ഈ 2 പേരും ഉണ്ടായിരുന്നു. മിനി കാപ്പൻ അവരുടെ സ്വന്തം ഇരിപ്പിടത്തിൽ നിന്നും രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് പോയില്ല. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ വന്നിരുന്നു. എന്നാൽ ആ രജിസ്ട്രാറെ കൊണ്ട് ഒരു കാരണവശാലും ഒരു ഫയലുകളും നോക്കുകയോ ഒപ്പിടിപ്പിക്കുകയോ ചെയ്യരുത് എന്നൊരു നിർദ്ദേശം ജോയിൻറ്റ് രജിസ്ട്രാർമാർക്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഫയൽ വരികയാണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് രജിസ്ട്രാർ നേരിട്ട് വൈസ് ചാൻസലർക്ക് നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ഉത്തരവ്. അതനുസരിച്ച് ജോയിൻറ്റ് രജിസ്ട്രാർ ഇപ്പോൾ നേരിട്ട് വൈസ് ചാൻസലർക്കാണ് ഫയലുകൾ പലതും നോക്കിയതിന് ശേഷം കൈമാറുന്നത്. രജിസ്ട്രാറിന് നിലവിൽ ഒരു ഫയലുകൾ നൽകാനോ അല്ലെങ്കിൽ ഫയലുകൾ ഒപ്പിടുന്നതിനോ ഉള്ള അധികാരം വൈസ് ചാൻസലർ നൽകിയിട്ടില്ല. അങ്ങനെ ഒരു തരത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ഭരണ അസ്ഥിരത കേരള സർവകലാശാല ആസ്ഥാനത്ത് തുടരുന്നതിനിടയിലാണ് രജിസ്ട്രാർ കൂടിയായ KS അനിൽകുമാർ അനിശ്ചിതകാല അവധിയിലേക്ക് പോകുന്നത്. ആതിര. ശരി ബിനോയ്, വിവാദങ്ങൾക്കിടെ അവധിക്ക് അപേക്ഷ നൽകി കേരള സർവകലാശാല രജിസ്ട്രാർ VCക്ക് അപേക്ഷ നൽകി രജിസ്ട്രാർ KS അനിൽകുമാർ. അവധി ആവശ്യപ്പെട്ടത് ജൂലൈ 9 മുതൽ അനിശ്ചിതകാലത്തേക്കാണ്. സസ്പെൻഷനുള്ളയാളുടെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തിയെന്നും VC